ഇപ്പൊ കുറച്ച് സമയമായിട്ട് അയാൾക്ക് ഇപ്പൊ ഈ ഇക്കഴിഞ്ഞ ചൊവ്വാല് മുതൽ അയാൾക്ക് തുടങ്ങിയ പുതിയ രോഗമാണ് ഇടപെടൽ. ഈ ഇടപെടല് വല്ലാത്ത ഇടപെടലായി. ഇപ്പൊ അവസാനം അയാൾ ഇടപെട്ടു. അയാളുടെ വിഷയത്തിൽ ആരും ഇടപെടാനില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ഇടയിൽപ്പെട്ടു. ഇടപെട്ട് കിടക്കുക. ഇപ്പൊ മൊത്തം ഇടപെടല, അടിപടലം ഇടപെടലായി മാറിക്കൊണ്ടിരിക്കുക. മുച്ചൂടും സുന്നത്തി ജമാഅത്തിന്റെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോട്ടം, ബിദ്ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ റസൂലുള്ളാഹി പറയുന്നത് ഇടപെടണം. എവിടുന്നാണോ നിങ്ങൾ ഈ തലയെക്കെട്ടും കെട്ടി വരുന്നത്? എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതിനങ്ങന്റെ വിഷയത്തിൽ ഇടപെടണം. അസ്ഹാബു റസൂലില്ലാഹ് അവരുടെ മാതൃകയാണത്. മാഇദ് തങ്ങൾ തെറ്റ് ചെയ്തു, തെറ്റ് പുറത്തു തരേണ്ടതാരാ? റബ്ബാണ്, അല്ലാഹുവാണ്. അല്ലാഹു മാപ്പ് തരണമെങ്കിൽ ആരുടെ അടുത്ത് ആദ്യം പോകണം? ഹബീബരായ മുത്ത് റസൂൽ റസൂലിന്റെ ഹദറത്തിൽ പോകണം. മുത്ത് റസൂലിന്റെ ഹദറത്തിൽ മാഇദ് തങ്ങൾ ചെന്നിട്ട് പുന്നാര തങ്ങളോട് പറയുകയാണ്, തഹ്ഹിർനി യാ റസൂലല്ലാഹ്, നബിയെ അവിടന്ന് എന്നെ ശുദ്ധീകരിക്കണം, അവിടന്ന് എനിക്ക് മാപ്പ് തരണം, അവിടന്ന് എന്നെ കഴുകി വൃത്തിയാക്കണം, അവിടന്ന് എന്നെ രക്ഷപ്പെടുത്തണം. എന്റെ തെറ്റ് റബ്ബ് മാപ്പാക്കണമെങ്കിൽ അങ്ങ് ഇടപെടണം.